നമസ്കാരം. പ്രവാസ ലോകത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ 15 പേർ വ്യാഴാഴ്ച കോവിഡ് ബാധിച്ച് മരിച്ചു. 435 പേർ കൂടി രോഗബാധ കണ്ടെത്തി. 455 പേർ രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 3,33,500 ആയി. 5,363 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കുവൈറ്റിൽ 760 പേർക്ക് കൂടി കോവിഡ് ബാധിച്ചു. 4 പേർ കൂടി മരിച്ചു. കോവിഡ് സ്ഥിരീകരിച്ചവരുടെ മൊത്തം എണ്ണം 1,24,666 ആയി. ആകെ മരണം 767 ആണ്. 552 പേർ കൂടി പുതുതായി രോഗമുക്തി നേടി. ആകെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 1,15,475 ആയി. നിലവിൽ 8,424 പേർ ചികിത്സയിലാണ്. ഇതിൽ 104 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുണ്ട്. 8,147 പുതിയ പരിശോധനകളാണ് രാജ്യത്ത് പൂർത്തിയായത്. UAE-യിൽ പുതിയതായി 1,312 കോവിഡ് ബാധ കൂടി സ്ഥിരീകരിച്ചു. 1,500 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. 3 പേർ കൂടി മരിച്ചു. ആകെ മരണം 488 ആയി. പോസിറ്റീവായ 1,30,336 പേരിൽ 1,26,147 പേർ രോഗമുക്തരായി. നിലവിൽ 3,701 പേർ മാത്രമാണ് ചികിത്സയിലുള്ളത്. ഖത്തറിൽ 211 രോഗവും 240 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണം 231 ആയി. ആകെ 1,29,124 പേർ രോഗമുക്തി നേടി. നിലവിൽ 2,795 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരിൽ 378 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. ബഹ്റൈനിൽ 257 കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 276 പേർ കൂടി സുഖം പ്രാപിച്ച് ആശുപത്രി വിട്ടു. ഒരാൾ കൂടി മരിച്ചു. ആകെ മരണം ഇതോടെ 317 ആയി. 77,697 പേർ സുഖം പ്രാപിച്ചു. 3,008 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഇവരിൽ 20 പേരുടെ നില ഗുരുതരമാണ്. സൗദി അറേബ്യ അടുത്തിടെ പുറത്തിറക്കിയ കറൻസി നോട്ടിൽ ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയതിൽ ഇന്ത്യ അതൃപ്തി അറിയിച്ചു. G20 ഉച്ചകോടിയുടെ അധ്യക്ഷസ്ഥാനം സൗദിക്ക് ലഭിച്ചതിന്റെ ഭാഗമായി ശനിയാഴ്ചയാണ് സൗദി അറേബ്യൻ മോണിറ്ററി അതോറിറ്റി നോട്ട് പുറത്തിറക്കിയത്. ഇതിൽ സൗദിയുടെ ഭാഗമായ ജമ്മു കശ്മീർ, ലഡാക്ക് എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ സൗദിയുടെ സ്ഥാനപതിയെയും റിയാദിലെ അവരുടെ വിദേശ മന്ത്രാലയത്തെയും അതൃപ്തി അറിയിച്ചു. ഫ്രാൻസിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെയും ഇസ്ലാം മതത്തെയും അവഹേളിച്ചുകൊണ്ട് കാർട്ടൂണുകൾ പ്രദർശിപ്പിച്ച സംഭവത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അമർഷം തുടിക്കുകയാണ്. ഇതിനകം പല രാജ്യങ്ങളിലുമുള്ള പ്രമുഖരായ മുസ്ലിങ്ങൾ കാർട്ടൂണിനെതിരെ ശക്തമായ പ്രതിഷേധവുമായാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രകോപനപരമായ നിയമം കയ്യിലെടുക്കുന്നതും ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ പ്രതിഷേധത്തെ മുസ്ലിം മത നേതാക്കളും രാജ്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്തരം പ്രതിഷേധങ്ങൾ തെറ്റാണ് എന്നും ഇസ്ലാമിക തത്വസംഹിതകൾക്ക് വിരുദ്ധമാണ് എന്നും നേതാക്കളും പണ്ഡിതരും കൂടെ ഉണർത്തുന്നുണ്ടെങ്കിലും പലരും പ്രതിഷേധങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. കോവിഡ് ബാധിതരെ സേവിക്കുന്നതിനിടയിൽ ജീവൻ പൊലിഞ്ഞ ആരോഗ്യ പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് സൗദി അറേബ്യ 5 ലക്ഷം റിയാൽ ആശ്വാസധനമായി നൽകും. ഭരണാധികാരി സൽമാൻ രാജാവിന്റെ അധ്യക്ഷതയിൽ ബുധനാഴ്ച ചേർന്ന വെർച്വൽ മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം. മരിച്ചവരിൽ മലയാളി നഴ്സുമാരും ഉൾപ്പെടും. കോവിഡ് മൂലം മരിച്ച ആരോഗ്യ പ്രവർത്തകരായ സ്വദേശികൾക്ക് പുറമെ വിദേശികളുടെ കുടുംബത്തിനും മന്ത്രിസഭാ തീരുമാനം അനുസരിച്ചുള്ള തുക ലഭിക്കും. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിച്ചവരുടെ കുടുംബത്തിനും ഇതേ തുക ലഭിക്കും. അബുദാബി തലസ്ഥാനത്തെ കടൽ തീരങ്ങളിൽ വിഷമുള്ള കടൽപ്പാമ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. നവംബർ മുതൽ ഫെബ്രുവരി വരെ UAE തീരങ്ങളിൽ കടൽപ്പാമ്പുകൾ സാധാരണമാണ് എന്നും മുന്നറിയിപ്പ് നൽകുന്നു. മഞ്ഞ വരെയുള്ള പെലാമിസ് പ്ലാറ്ററസ് എന്ന കടൽപ്പാമ്പാണ് UAE-യിലെ സമുദ്രത്തിൽ കാണപ്പെടുന്നത്. അബുദാബിയിലെ കടൽ തീരത്ത് ശൈത്യകാലത്ത് കാണപ്പെടുന്ന വിഷമുള്ള കടൽപ്പാമ്പുകളെ കുറിച്ച് അബുദാബി പരിസ്ഥിതി ഏജൻസിയുടെ ഉരകങ്ങളെക്കുറിച്ചുള്ള വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. ശൈത്യകാലത്ത് സാധാരണയായി കാണപ്പെടുന്ന പാമ്പുകളുടെ കടിയേറ്റാൽ മാരകമായേക്കാം. ഷാർജയിൽ ഞായറാഴ്ച മുതൽ COVID-19 സുരക്ഷാ നടപടികൾക്കനുസൃതമായി ഹോട്ടലുകളിലും ഹാളുകളിലും വീടുകളിലും വിവാഹ സൽക്കാരങ്ങളും സാമൂഹിക സമ്മേളനങ്ങളും പുനരാരംഭിക്കാൻ ഷാർജയുടെ അനുമതി. ഉപഭരണാധികാരിയും ഷാർജ കിരീടാവകാശിയുമായ ഷൈഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഗാസ്മിയുടെ നിർദ്ദേശപ്രകാരം ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിലാണ് നിർദ്ദേശം നൽകിയത്. ഷാർജ ദുരന്ത നിവാരണ സമിതി ഇത്തരം പരിപാടികൾ നടത്താനുള്ള ഔദ്യോഗിക മാർഗനിർദ്ദേശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് എമിറേറ്റ്സ് മീഡിയ ഓഫീസ് അറിയിച്ചു. കോവിഡിന്റെ വ്യാപനം തടയുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മാർച്ചിൽ എമിറേറ്റ്സിൽ ഉടനീളം സാമൂഹിക പരിപാടികളും വിവാഹങ്ങളും വീട്ടിലും ഇവന്റ് ഹാളുകളിലും വിലക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയ നടപടി.